നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ഒരാളുടെ ജാതകത്തിലെ ഭാഗ്യം, ദൈവാധീനം, അനുഭവയോഗങ്ങൾ, ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനുള്ള അവസ്ഥ മുതലായവയെല്ലാം വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ധാർമ്മികനും സാത്വികനുമാണ് വ്യാഴം. വേദശാസ്ത്രങ്ങൾ, നീതിന്യായം, ആചാര അനുഷ്ഠാനങ്ങൾ, പലതരം ചിന്താ പദ്ധതികൾ, പഴയതും പുതിയതുമായ വിദ്യകൾ, കലകൾ എന്നിവയിലെല്ലാം ഉന്നതമായ ജ്ഞാനമുള്ളവനാണ് വ്യാഴം. ദീന, ദയ, ത്യാഗശീലം, അഹന്താവിഹീനത, നീതിബോധം തുടങ്ങിയ ഉത്തമ ഗുണങ്ങളുടെ ഇരിപ്പിടമാണ് വ്യാഴം. നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാകുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചൈതന്യത്തെയും ശുദ്ധീകരിച്ച് പ്രസരിക്കുവാനുള്ള കഴിവ് വ്യാഴത്തെപ്പോലെ മറ്റൊരു ഗ്രഹത്തിനുമില്ല. ഉത്കൃഷ്ടമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ശക്തിവിശേഷമാണ് വ്യാഴം. ഈ വ്യാഴം അനുകൂല അവസ്ഥയാണെങ്കിൽ ആ ജാതകനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ദൈവാനുഗ്രഹത്തോടുകൂടി ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ വ്യാഴമാണ് ഒക്ടോബർ 18 തുലാം 1 മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. ഡിസംബർ 5 വരെ വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. ഈ രാശിമാറ്റത്തോടുകൂടി വളരെയധികം ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി സൗഭാഗ്യങ്ങളാണ് വരുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്തു കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. വ്യാഴം രണ്ടാമിടത്തു കൂടി ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും, ശത്രുക്കളിന്മേൽ വിജയവും, ശത്രുലാഭവും, സ്ത്രീസുഖവും ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര അന്ത്യപകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്കാണ് ഈ വ്യാഴമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന അടുത്ത നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ 11 കൂടിയാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. ഗ്രഹങ്ങളെല്ലാം ചാരവശാൽ ചന്ദ്രൻ്റെ 11 വരുന്നത് ഏറ്റവും ശുഭമാണ്, സർവ അഭീഷ്ട സ്ഥാനമാണ്. ആയതിനാൽ 11 വ്യാഴം ചാരവശാൽ സഞ്ചരിച്ചാൽ ഇഷ്ടകാര്യലാഭവും സ്ഥാനാന്തരപ്രാപ്തിയും ഉണ്ടാകും. തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന പദവികളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരാണ്. ഈ നക്ഷത്രക്കാരുടെ 9 കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴം 9 കൂടി ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും, ഭാര്യാപുത്ര സൗഖ്യവും, കാര്യസാധ്യവും, ആജ്ഞാസിദ്ധിയും, സാമർഥ്യവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാണ്. ഈ നക്ഷത്രക്കാരുടെ 7 കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. 7 കൂടി വ്യാഴം ചാരവശാൽ സഞ്ചരിച്ചാൽ ബുദ്ധിസാമർഥ്യവും, വാക്സാമർഥ്യവും, കാര്യസിദ്ധിയും, ധനലാഭവും, കളത്രസുഖവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ പുരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരാണ്. ഈ നക്ഷത്രക്കാരുടെ 5 കൂടിയാണ്
വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. 5-ാമിടത്ത് കൂടി വ്യാഴം ചാരവശാൽ സഞ്ചരിച്ചാൽ നാൽക്കാലി, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് ലാഭവും, പുത്രന്മാർ, ധനം, സ്ത്രീ, വസ്ത്രം, ഗൃഹം എന്നിവ ലഭിക്കുകയും ഫലങ്ങളാകുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.